നിങ്ങളിങ്ങനെ തമ്മിത്തല്ലല്ലേ, എത്ര ഗ്രൂപ്പാ നിങ്ങള്, എത്ര പാർട്ടിയാ നിങ്ങള്, ഞങ്ങൾക്ക് ഇതിനോടൊക്കെ താല്പര്യം പോയി. ഇനി നിങ്ങളാ അടിയും ഗണ്ണനൊക്കെ മതിയാക്കിന് വരിൻ. അന്ന് ഞങ്ങൾ പള്ളിയിൽ വരാ, അന്ന് ഞങ്ങൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്ക, അന്ന് ഞങ്ങൾ പ്രബോധന കൂട്ടായ്മയിൽ ഭാഗമായി നിന്നോളാം, അന്ന് ഞങ്ങള് പ്രവർത്തന ഗോതയിലൊക്കെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ആരെങ്കിലുമുണ്ടോ? ചിന്തിച്ചോളൂ. റഹ്മാനായ റബ്ബിന്റെ ദീനിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും. നിങ്ങളാണ് പിന്തിരിഞ്ഞു പോയാൽ, നമ്മൾ അങ്ങോട്ട് പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ ദീനിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാന്റെ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ നല്ല ആൺകുട്ടികളെ, നല്ല ചുണക്കുട്ടികളെ അള്ളാഹു ഏർപ്പാട് ചെയ്യും. അല്ലാഹു തആല പകരം കൊണ്ടുവരും. ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ, നിങ്ങളല്ലാത്ത സ്ത്രീകളെ, നിങ്ങളല്ലാത്ത പുരുഷന്മാരെ, നിങ്ങളല്ലാത്ത യുവാക്കളെ, നിങ്ങളല്ലാത്ത യുവതികളെ, നിങ്ങളല്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ, നിങ്ങളല്ലാത്ത കാരണവന്മാരെ അല്ലാഹു ദീനിന് പ്രദാനം ചെയ്യും. അവരുടെ ക്വാളിറ്റി എന്തായിരിക്കുമെന്നോ? സുമ്മ ലാ യകൂനു അംസാലകും. അവര് പിന്നെ നിങ്ങളെപ്പോലെ ഞഞ്ഞം മിഞ്ഞം ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് അവരവർക്ക് പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള മടിയും അലസതയും വരുമ്പോ കാണുന്ന ചില ന്യായങ്ങളുണ്ട്. അവിടെ അടിയാണ്, അവിടെ തമ്മിത്തല്ലാണ്. ഇനി എനിക്കും എൻ്റെ മക്കൾക്കൊന്നും അതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊക്കെ പണ്ട് കേട്ട ചിലതൊക്കെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞങ്ങ് ജീവിച്ചു പോയാൽ വീട്ടിൽ വരാൻ പോകുന്നത് കലഹങ്ങളാണ്. പിന്നെ ഖുർആനിൽ നിന്ന് നിങ്ങളെ ശൈത്താനാണ് കൊണ്ടുപോകും. അങ്ങനെ ദീനിൽ പതുക്കെ പതുക്കെയാണ് അകലുക. റെയിൽ പാളത്തിൽ നിന്ന് തീവണ്ടികൾ റെയിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പെട്ടെന്നാണ് അത് സംഭവിക്കുക. എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം ഒരു ചേഞ്ച്, അപ്പോഴേക്ക് പിന്നെ പാളം തെറ്റിയാണ് പിന്നെ റൂട്ട്, പിന്നെ പോകുന്നത് മറ്റൊരു റൂട്ടിലേക്കായിരിക്കും. അപ്പോഴേക്ക് എല്ലാം അവസാനിച്ചിട്ടുണ്ടാകും. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ മാറി നിന്നാൽ, നമുക്കിതിനോട് വിമുഖതയുണ്ടായാൽ, നമുക്കിതിനോട് താല്പര്യക്കുറവുണ്ടായാൽ നഷ്ടമൊക്കെ സംഭവിക്കുക അവരവർക്കാണെന്ന് മനസ്സിലാക്കണം.